celebrating 13 colorful years of capturing heartbeats of Keralites and broadcasting to the world. This program brought to you by Abraham and Associates. We are dream sellers. We help families build a bright future. വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ. I love myself. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും. Faith Holidays, America's finest tour operator. To book a trip, call 1-888-91-FAITH. State Farm Insurance, Michael Therian. Keep the memories alive with Mukut Monuments. Heads Brokery 516-433-4310. Global Collision and Repair Works, 333 North Route 9 West, Congress, New York. Media App USA. Download Media App USA now on any of the streaming devices. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് USA on any of your streaming device or any smart television. വടക്കേ അമേരിക്കൻ മലയാളികളുടെ അഭിമാന സംഘടനയായ ഫൊക്കാനയുടെ മറവിൽ 2008 രജിസ്റ്റർ ചെയ്ത ഫൊക്കാന ഇൻക് എന്ന സംഘടനയുണ്ടാക്കി നടത്തുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടി ഫൊക്കാന ട്രസ്റ്റി ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ രംഗത്ത് വന്നു. നവംബർ 9 ന്യൂയോർക്കിൽ ഹിൽട്ടൺ ഗാർഡനിൽ നടത്തിയ പ്രവർത്തക സമിതി യോഗത്തിനു ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് വിവരങ്ങൾ പുറത്തുവിട്ടത്. മുൻ ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായ സണ്ണി മറ്റമന, സെക്രട്ടറിയായിരുന്ന എബ്രഹാം ഈപ്പൻ, ഫൊക്കാന ജനറൽ സെക്രട്ടറിയായിരുന്ന കലാഷാഹി, സണ്ണി ജോസഫ്, എബ്രഹാം കളത്തിൽ, ജോസഫ് കുര്യപ്പുറം, പ്രിൻസൻ പേരേപ്പാടൻ, തോമസ് എം ജോർജ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പത്രസമ്മേളനം. 2008 മേരിലാൻഡ് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത ഫൊക്കാന ഇൻക് എന്ന സംഘടനയുടെ പ്രസിഡന്റാണ് സജിമോൻ ആന്റണി. 1983 ആരംഭിച്ച് 1985 ന്യൂയോർക്കിൽ രജിസ്റ്റർ ചെയ്ത സംഘടനയാണ് ഫൊക്കാന അഥവാ ഫെഡറേഷൻ ഓഫ് കേരള അസോസിയേഷൻസ് ഇൻ നോർത്ത് അമേരിക്ക. രണ്ട് സംഘടനകളും തമ്മിൽ പേരിൽ സാമ്യമുണ്ടെങ്കിലും പ്രകടമായ വ്യത്യാസങ്ങൾ ഉള്ളതായി അച്ചടിച്ചു വിതരണം ചെയ്ത രേഖകൾ വഴി നേതാക്കൾ തെളിയിക്കുന്നു. എഴുതപ്പെട്ട ഭരണഘടനയോ ഭാരവാഹികളോ അംഗസംഘടനകളോ ഇല്ലാത്ത ഫൊക്കാന ഇൻക് മലയാളികളെ തെറ്റിദ്ധരിപ്പിക്കാനും അതിന്റെ മറവിൽ തങ്ങളുടെ ദ്രാവ്യാഗ്രഹം പൂർത്തീകരിക്കുന്നതിനുള്ള ഉപാധിയുമാണെന്ന് ഇവർ ആരോപിക്കുന്നു. തന്നെയുമല്ല, വരവ് ചെലവ് കണക്കുകളും ആദായ നികുതി റിട്ടേണുകളും ഫൊക്കാന ഇൻക് എന്ന പേരിൽ റിപ്പോർട്ട് ചെയ്ത് സർക്കാരിനെ വഞ്ചിക്കുകയാണെന്നും മുൻ ട്രസ്റ്റി ബോർഡ് അംഗം കൂടിയായ ജോസഫ് കുര്യപ്പുറം പറയുന്നു. യഥാർത്ഥ ഫൊക്കാനയ്ക്ക് എതിരായി ന്യൂയോർക്കിലെയും ഫ്ലോറിഡയിലെയും കോടതികളിൽ ഇവർ തന്നെ കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലങ്ങൾ മേൽപ്പറഞ്ഞ ആരോപണങ്ങൾക്ക് തെളിവായി പത്രസമ്മേളനത്തിൽ വിതരണം ചെയ്തു. ഫൊക്കാന ഇൻകും യഥാർത്ഥ ഫൊക്കാനയും രണ്ടാണെന്നും കോടതിയിൽ വാദിച്ചതിന് തെളിവും പുറത്തുവിട്ടിട്ടുണ്ട്. ഇത്രയേറെ കോടതി വിധികളും തെളിവുകളും ഉണ്ടായിട്ടും ഇപ്പോഴും ഫൊക്കാന തങ്ങളാണെന്ന അവകാശവാദത്തിനെതിരെയും ഫൊക്കാന എന്ന പേരോ ലോഗോയോ ഉപയോഗിച്ചാലോ വേണ്ടി വന്നാൽ കോടതിയെ സമീപിക്കുമെന്നും പത്രപ്രവർത്തകരുടെ ചോദ്യത്തിനുത്തരമായി നേതാക്കൾ അറിയിച്ചു. അമേരിക്കൻ മലയാളികൾ ഈ സത്യങ്ങൾ മനസ്സിലാക്കുമെന്നും തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ട് ജോസഫ് കുര്യപ്പുറം പറഞ്ഞു. 2022-2024 പ്രസിഡന്റായിരുന്ന ഡോക്ടർ ബാബു സ്റ്റീഫൻ മുൻകൈയെടുത്ത് ഇരു വിഭാഗത്തെയും ഒന്നിപ്പിക്കാൻ ഉണ്ടാക്കിയ ധാരണയിലെ മുഖ്യ തീരുമാനം ഫെഡറേഷൻ ഓഫ് കേരള അസോസിയേഷൻ ഇൻ നോർത്ത് അമേരിക്ക എന്ന പേര് നിലനിർത്തി മറ്റു പേരുകളിലുള്ള പ്രവർത്തനം ഉടൻ അവസാനിപ്പിക്കണം എന്നതായിരുന്നു. എന്നാൽ തീരുമാനം നടപ്പാക്കാൻ ഇവർ കൂട്ടാക്കിയില്ല എന്ന് മാത്രമല്ല, പ്രസിഡന്റ് ബാബു സ്റ്റീഫനെ മുൾമുനയിൽ നിർത്തി ട്രസ്റ്റി ബോർഡിനെ നോക്കുകുത്തിയാക്കി അപര സംഘടനകളുടെ പേരിൽ ഇലക്ഷൻ നടത്തി അധികാരം കയ്യേറിയെന്നും ആരോപിക്കുന്നു. 2024 ജൂലൈയിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ അനവധി കൃത്രിമങ്ങൾ നടന്നതായും 5 ട്രസ്റ്റി ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ പൊതുയോഗത്തിൽ വെളിപ്പെടുത്തുകയും പരാതിപ്പെടുകയും ചെയ്തെങ്കിലും ഇലക്ഷൻ കമ്മീഷണർ ചെവികൊണ്ടില്ലെന്നും ഇവർ ആരോപിക്കുന്നു. പ്രധാന തെളിവ് ഫൊക്കാന ഇൻകിന്റെ പേരിൽ അംഗസംഘടനകൾക്കയച്ച ഇലക്ഷൻ നോട്ടിഫിക്കേഷനാണ്. നോമിനേഷൻ ഫീസ് ഉൾപ്പെടെയുള്ള തുകകൾ അപര സംഘടനയുടെ അക്കൗണ്ടിലേക്കാണ് പോയത്. ഇലക്ഷനിൽ പങ്കെടുത്ത 700-ൽ അധികം ഡെലിഗേറ്റുകളുടെ ലിസ്റ്റിൽ 250-ൽ അർഹതയില്ലാത്ത വോട്ടുകളായിരുന്നുവെന്ന് അന്നത്തെ ലിസ്റ്റ് അടക്കം പുറത്തുവിട്ടുകൊണ്ട് സംഘാടകർ അടിവരയിട്ട് പറയുന്നു. പല സ്റ്റേജുകളിൽ നിന്നും കടലാസ് സംഘടനകൾക്ക് അംഗത്വം നൽകി തിരഞ്ഞെടുപ്പിനായി ആളുകളെ ഇറക്കുകയും ചെയ്തതായും പരാതി ഉന്നയിച്ചു. 1983 ആരംഭിച്ച ഫെഡറേഷന്റെ നയപരിപാടികളും വിഷൻ മിഷൻ
എന്നിവയിലും കാലോചിതമായ മാറ്റങ്ങൾ വരുത്തേണ്ടതിന്റെ ആവശ്യകത സംഘാടകർ വ്യക്തമാക്കി. അതിനായി ഫെഡറേഷൻ ഓഫ് കേരള അസോസിയേഷൻസ് ഇൻ നോർത്ത് അമേരിക്ക ഇന്റർനാഷണൽ എന്ന പേരിൽ പൂർവാധിക ഊർജത്തോടെ മൂല്യങ്ങൾ കാത്തുകൊണ്ട് തന്നെ മാതൃസംഘടനയായ ഫൊക്കാനയെ ശക്തിപ്പെടുത്തുമെന്ന് നേതാക്കൾ പ്രസ്താവിച്ചു. യോഗത്തിൽ പങ്കെടുത്തവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് 12 കർമ്മ പരിപാടികൾ പ്രഖ്യാപിച്ചു. 21 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുമായി ചേർന്ന് ഉടൻ തന്നെ സമ്മേളനം വിളിക്കുവാനുള്ള ക്രമീകരണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞതായി സണ്ണി മറ്റമന പ്രസ്താവിച്ചു. മറ്റ് മലയാളി സംഘടനകളായ ഫോമ, ഫൊക്കാന ഇൻക്, വേൾഡ് മലയാളി കൗൺസിൽ എന്നിവയുമായി മത്സരിക്കാതെ ഇടവിട്ട വർഷങ്ങളിൽ ലോക മലയാളികളെ ഒരുമിപ്പിച്ച് അന്താരാഷ്ട്ര സമ്മേളനം സംഘടിപ്പിക്കുകയാണ് ഫെഡറേഷൻ ഓഫ് കേരള അസോസിയേഷന്റെ ലക്ഷ്യമെന്ന് തർക്കത്തിനോ വ്യവഹരണങ്ങൾക്കോ തങ്ങൾക്ക് ലക്ഷ്യമില്ലെന്നും താൽക്കാലിക പ്രസിഡന്റ് സണ്ണി മറ്റമന പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്ക് വാർത്തകൾ അയക്കുക.